ചില കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ സാന്ദർഭിക വശത്തിൽ നമുക്ക് ചില പ്രയാസങ്ങൾ അതിന്മേലുണ്ടാകും. വളരെ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമുക്കുണ്ടായേക്കാം. ചിലപ്പോൾ ചില കഷ്ടനഷ്ടങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടായേക്കാം. അതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെയും വിധിയെയും പഴിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആനിൽ നിന്നുള്ള ചില പാഠങ്ങളും ചില ചരിത്ര പാഠങ്ങളും ഇവിടെ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാം. ഒന്ന്, ബഹുമാനപ്പെട്ട നിസാ അധ്യായത്തിന്റെ 19-ാമത്തെ വചനം എന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിന്റെ അവസാന ഭാഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. സൂറത്തുൻ നിസാഇന്റെ 19-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം, فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. ചില കാര്യങ്ങളെ നിങ്ങൾ വെറുത്തേക്കാം, ചില കാര്യങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തിയേക്കാം. അപ്പോൾ ആ കാര്യത്തെ നിങ്ങൾ വെറുത്തേക്കാം, നിങ്ങൾക്കത് അനിഷ്ടകരമായി തോന്നിയേക്കാം. അങ്ങനെ വിധി വന്നു പോയതിൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വിധിയെയും കുറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം. അങ്ങനെ ഒരു വിധി നിങ്ങൾക്കുണ്ടായതിന്റെ പേരിൽ, അങ്ങനെ ഒരു പ്രയാസം നിങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഒരു അനിഷ്ടകരമായ കാര്യത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചതിന്റെ പേരിൽ, അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ചിലപ്പോൾ നിങ്ങളുടെ മക്കളിലോ നിങ്ങളുടെ ധനങ്ങളിലോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ദൈനംദിന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഒരു അനിഷ്ടകരമായ കാര്യം നിങ്ങൾക്ക് വന്നു ഭവിച്ചു എന്നിരിക്കട്ടെ, അതിനെ നിങ്ങൾ അത്യന്തം വെറുത്തേക്കാം. എന്നാലോ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. വയജഅലല്ലാഹു ഫീഹി ഖൈറൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വാക്കാണ്, പക്ഷെ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, നിങ്ങൾക്ക് അഹിതമായി തോന്നുന്ന, നിങ്ങൾക്ക് അനിഷ്ടകരമായി തോന്നുന്ന ആ കാര്യത്തിലായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നേട്ടങ്ങളെ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത് അനിഷ്ടമായി വെറുക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾക്ക് എന്തറിയും? നിങ്ങൾക്ക് എന്തറിയും? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ പറ്റി എന്തറിയും? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ പറ്റി എന്തറിയും? നിങ്ങൾക്ക് നിങ്ങളുടെ വരുംവരായെ പറ്റി എന്തറിയും? ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം നിങ്ങളിൽ വന്നു ഭവിച്ചു. ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് ആയിപ്പോയത്, അങ്ങനെയാണ് വന്നു പോയത്. ഒരായുസ് മുഴുവനും എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷകരമായ ഒരു കുടുംബത്തിലായിരിക്കണമേ എന്നെ കെട്ടിച്ചയക്കേണ്ടത് പ്രാർത്ഥിച്ച് ഹേ പെൺകുട്ടിയെ, സഹോദരി, നീ എത്തിപ്പെട്ടത് എപ്പോഴും നിന്റെ കാര്യങ്ങളിൽ കുറ്റം കാണുന്ന ഒരു അമ്മായിയമ്മയുടെ മുന്നിലായിരിക്കാം, അല്ലെങ്കിൽ പോരുകൊണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു നാത്തൂന്റെ മുന്നിലായിരിക്കാം. നിങ്ങളുടെ സേവനങ്ങളെ വിലപ്പെട്ട, ആ സേവനങ്ങളെ വിലപ്പെട്ടതായി കണക്കാക്കാൻ കഴിയാതിൽ വീഴ്ച വരുത്തുന്ന ഒരു ഭർത്താവിന്റെ മുന്നിലായേക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. ചിലപ്പോൾ സന്തോഷകരമായി നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതം പൊടുന്നനെ പൊലിഞ്ഞു പോയേക്കാം. അങ്ങനെയും സംഭവിച്ചേക്കാം. മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു അൻഹു തആല ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു, ഈ ലോകത്തെ ഏറ്റവും പ്രയാസകരമായ സംഗതി എന്താണ്? ഉടനെ സദസ്സിൽ നിന്നൊരാൾ പറഞ്ഞ മറുപടിയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. യുവയുക്തയായ ഒരു പെണ്ണിന് സന്തോഷകരമായ ജീവിതം നടന്നുകൊണ്ടിരിക്കവേ ഭർത്താവ് പൊലിഞ്ഞു പോവുക, ഭർത്താവ് മരിച്ചു പോവുക, അതിനേക്കാൾ വിഷമകരമായ വേറൊരു കാര്യം ഇല്ല എന്ന് ആ സദസ്സിൽ പറയപ്പെട്ടു. അത്രയും വേദനാജനകമായ സംഗതിയാണ്. പക്ഷേ ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടി അല്ലാതെ ഒന്നും ഈ ലോകത്ത് മിസ്കാൽ ദർറത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാ, ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല അവന്റെ അറിവോട് കൂടിയല്ലാത്ത ഒരു കാര്യവും ഈ ഭൂമുഖത്ത് അവന്റെ അറിവോട് കൂടിയല്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിധിയെ കുറ്റപ്പെടുത്തും. നിങ്ങൾ ഒരായുസ് മുഴുവനും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണല്ലോ വന്നത്. ഓർമ്മിച്ച കാലം മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് നല്ല കുടുംബത്തിലേക്ക് എന്നെ കെട്ടിച്ചേക്കണേ. എന്നിട്ട് കാണുന്നതിലെല്ലാം ദോഷം കാണുന്ന ഒരു അമ്മായിയമ്മയുടെ മുന്നിലാണല്ലോ എത്തിപ്പെട്ടത്. എപ്പോഴും മൂക്കും മുഖവും വീർപ്പിക്കുന്ന ഒരു നാത്തൂന്റെ മുന്നിലാണല്ലോ എത്തിപ്പെട്ടത്. തന്റെ സേവനങ്ങളെ വിലമതിക്കാനാവാത്ത ഒരു ഭർത്താവിന്റെ അണിയാവേണ്ട ഗതികേടാണല്ലോ ഉണ്ടായത്. അവിടെ നീ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ റബ്ബിൽ നീ സമർപ്പിക്കണം. തീർച്ചയായും അവിടെ റബ്ബിൽ സമർപ്പിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യസ്തഹി അൻ യറുദ്ദ ഐദിയ ദാഇ സുഫ്രൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ, പ്രാർത്ഥിച്ചവന്റെ കൈ വെറും കൈയോടുകൂടെ മടക്കുക അള്ളാഹുവിന് ലജ്ജയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യൂല.
അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ ഉത്തരം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കാനേ വേണം. ഭർത്താവ് പൊലിഞ്ഞു പോയാലോ എന്നാലും ഉണ്ട് പല ഹൈറും. നമ്മൾ കാണാത്ത പല ഹൈറും അതിലുണ്ടാവും, നമുക്കറിയില്ല. അതിനർത്ഥം ഭർത്താവ് മരിച്ചു പോകണമെന്നോ പുതിയൊരു ഭർത്താവിനെ കല്യാണം കഴിക്കണം എന്നൊന്നും അല്ല. അതൊന്നും ആവില്ല. അല്ലാഹു അഅലം, നമുക്കറിയില്ല. നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തിനാ? اللهم لا عيش إلا عيش الآخرة فأنصر فأكرم الأنصار والمهاجرا. اللهم لا عيش إلا عيش الآخرة. اللهم لا عيش إلا عيش الآخرة. ഇവിടെ പല പ്രയാസവും ഉണ്ടാവും, പല പ്രതിസന്ധി ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നിങ്ങൾക്ക് അനിഷ്ടകരമായ അഹിതകരമായ സൂറത്തുൻ നിസായിലെ 19ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമാണ്. ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ഇത് കേൾക്കുന്ന സമയത്ത് മുസാഫ് ഒന്ന് എടുത്തു നോക്കുക. فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. പല അനിഷ്ടകരമായ കാര്യങ്ങളും, നിങ്ങൾക്ക് അഹിതമായി തോന്നുന്ന പല കാര്യങ്ങളും, നിങ്ങൾ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളും, എന്തിനീ വിധിയുടെ വൈപരീത്യം എനിക്ക് വന്നു എന്ന് നിങ്ങൾ നനച്ചു പോകുന്ന നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയും അതുവഴി വിധിയെയും വിധിച്ചവനായ റബ്ബിനെയും നിങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസരം നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റബ്ബിന്റെ പ്രഖ്യാപനത്തെ മനസ്സിലാക്കണം. വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. അതിൽ ധാരാളം നേട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആക്കി വെച്ചിട്ടുണ്ടാകും. അതിനെ പിന്നീട് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ويجعل الله فيه خيرا كثيرا. ويجعل الله فيه خيرا. അതിൽ അല്ലാഹു തആല ഖൈർ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വാക്കാണ്. നമുക്ക് അനിഷ്ടകരമായി തോന്നുന്ന കാര്യങ്ങളിൽ പിന്നീട് നമ്മൾ ഖൈർ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ വാക്കാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഖൈർ കണ്ടെത്തുന്നില്ല, പിന്നെന്താ? ويجعل الله فيه خيرا كثيرا. ويجعل الله فيه خيرا كثيرا. ധാരാളം 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 നേട്ടങ്ങൾ പിന്നീട് അതിൽ നിങ്ങൾക്ക് അല്ലാഹു വെച്ചിട്ടുള്ളതായി നിങ്ങൾ കണ്ടു. അത് അനിഷ്ടകരമായ കാര്യത്തെ നിങ്ങൾ തന്മയത്വത്തോടുകൂടെയും ക്ഷമയോടുകൂടെയും അവധാനതയോടുകൂടെയും നേരിട്ട ഒരൊറ്റ കാര്യം മതിയാകും നിങ്ങളുടെ ജീവിതം മനോഹരവും പ്രഭാപൂരിതവുമാകാൻ. അത് മാത്രം മതിയാകും. ويجعل الله فيه خيرا كثيرا. ഇതൊക്കെ അവസ്ഥ മാറി വരും. ഇതെല്ലാം മാറ്റി വരും, ഇതെല്ലാം മാറി വരും. നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ ക്ഷമിക്കന്നെ വേണം, നമ്മൾ ക്ഷമിക്കണം. ഇതെല്ലാം മാറി വരും, ഇതെല്ലാം മാറി വരും. بين غمضة عين وانتباهتها يغير الله من حال إلى حال. കണ്ണ് അടച്ചു തുറക്കുന്നതിനിടയിൽ ഒരവസ്ഥ മാറ്റി മറ്റൊരവസ്ഥയിലെത്തിക്കാൻ അള്ളാഹുവിന് ക്ഷിപ്രസാധ്യവും വളരെ എളുപ്പവുമാണ്. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അവസ്ഥ അള്ളാഹു മാറ്റി തന്നേക്കാം, തരും, പ്രതീക്ഷിക്കണം. നിങ്ങൾ ക്ഷമ കൊണ്ടും അള്ളാഹുവിന്റെ വേണ്ടി നിയതമായ പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ വീഴണം, പരിഹാരം ഉണ്ടാവും. നിങ്ങൾ ക്ഷമ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ വീഴുക. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കേണപേക്ഷിക്കുക. അള്ളാഹുവോട് നിങ്ങൾ സഹായം അർത്ഥിക്കുകയും ചെയ്യുക. വേറൊരു വചനത്തിൽ അള്ളാഹു എന്നും ക്ഷമാശീലരുടെ കൂടെയായിരിക്കും. പഴിക്കാൻ മെനക്കെടരുത്. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം വിട്ട് ഓടരുത്, നിങ്ങളൊന്ന് ഒളിച്ചോടരുത്. തീർച്ചയായും നിങ്ങൾ അവിടെ നിലനിൽക്കണം. എന്തൊക്കെ പ്രയാസകരമായ അവസ്ഥ ഉണ്ടായാലും എന്തുകൊണ്ട് അള്ളാഹു എനിക്ക് നന്മ തന്നെ വരുത്തി വെക്കും എന്നാണ്. ഞാൻ ആ ഹദീസിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. 1000 പ്രഭാഷണം പറഞ്ഞാലും തീരാത്തൊരു ഖുദ്സിയായ വചനം അള്ളാഹു പറയുന്നതായി മുത്തുനബി പറഞ്ഞിട്ട് മറക്കരുത്. ഒരിക്കലും ഈ പ്രഭാഷണം കേൾക്കുന്ന അള്ളാഹു ജല്ല ജലാലു എന്ന് പറയുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന ഒരാളും ആ ഹദീസ്, ആ ഖുദ്സിയായ ഹദീസ് മറന്നു പോകരുത്.
ഈ അല്ലാഹു ജല്ല ജലാലു എന്ന പ്രഭാഷണം 1000 പ്രഭാഷണങ്ങൾ കഴിഞ്ഞാലും 1000 പ്രഭാഷണത്തിലും ഈ ഹദീസ് ഉദ്ധരിച്ചാലും 1001ാമത്തെ പ്രഭാഷണത്തിലും ഈ ഹദീസ് പ്രസക്തമായിരിക്കും. ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെയായിരിക്കും. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ഞാൻ അവിടെയായിരിക്കും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിജയം നൽകുമെന്ന വളരെ കരുത്തുറ്റ വിശ്വാസത്തോടുകൂടെയും ഉറപ്പോടുകൂടെയും നിങ്ങൾ ആ പ്രയാസത്തെ അഭിമുഖീകരിച്ചാൽ ഞാൻ അവിടെയായിരിക്കും. അഥവാ പ്രയാസം നീങ്ങിപ്പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്തിന്റെയും സന്തോഷകരമായതുമായ ഒരു സാഹചര്യം നമുക്ക് അല്ലാഹു തുറന്നു തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അവനത് കഴിയും, തീർച്ചയായും അവനത് കഴിയും. സൂറത്തുൽ നജ്മിന്റെ 43ാമത്തെ വചനം. സൂറത്തുൽ നജ്മിന്റെ 43ാമത്തെ വചനം. അവനാണ്, തീർച്ചയായും അവൻ തന്നെയാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും. അവനാണ് ചിരിപ്പിക്കുന്നതും അവനാണ് കരയിപ്പിക്കുന്നവനും. അവനാണ് ചിരിപ്പിക്കുന്നവനും അവനാണ് കരയിപ്പിക്കുന്നവനും. അത് രണ്ടിന്റെയും സാഹചര്യത്തിന്റെ പിന്നിലും അവനാണ്. അവനല്ലാതെ ഒരാൾക്കും കഴിയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എന്നാ എന്തുകൊണ്ടും എന്നും എന്നും ചിരിപ്പിച്ചുകൂടാൻ പറ്റൂല. എന്തുകൊണ്ട്? പ്രകൃതിക്കൊരു നിയമമുണ്ട്. മനുഷ്യന്റെ സന്തോഷത്തിൽ നിയമമുണ്ട്. ചിരിക്കുന്നവൻ കരയണം. എന്നും കരയലാണ്, അല്ല ചിരിക്കണം. ചിരിപ്പിക്കാനും അവന് കഴിയും, അവനാണ് കഴിയുക. കരയിപ്പിക്കാനും അവനാണ് കഴിയുക. എന്നും ചിരിച്ചാലോ എന്ത് ജീവിതം? പിന്നെ എന്നും കരഞ്ഞാലോ മുരടിച്ചു പോവും. എന്നും ചിരിച്ചാലോ അർത്ഥം നഷ്ടപ്പെട്ടു പോവും. അവനാണ് ചിരിപ്പിക്കുന്നവനും അവനാണ് കരയിപ്പിക്കുന്നവനും അവനാണ്. എല്ലാം താളനിബദ്ധമായി, സംഗീതം പോലെ താളനിബദ്ധമായി. അതിന്റെ ആരോഹണം, അതിന്റെ അവരോഹണം, വേനൽ വർഷം, ഉയർച്ച താഴ്ച, താഴ്വാരം മലവാരം, സുഖം ദുഃഖം, വെയിൽ മഴ, അതൊക്കെ ജീവിതത്തിന് താളനിബദ്ധമായ അനിവാര്യതയാണ്. അതൊക്കെ സംഭവിച്ചേ തീരൂ. അപ്പോഴത്തേന് നമ്മൾ ആകെ വൈബ്രേഷനിലാവരുത്. ആകെ നമുക്ക് ഒന്നും അഭിമുഖീകരിക്കാൻ കഴിയാതെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ താളനിബദ്ധമായ ശൈലിയാണ് മനുഷ്യന്റെ ജീവിതത്തിന് സന്തോഷം. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ സുഖമായിരിക്കില്ല, നിങ്ങൾ ദുഃഖമായിരിക്കും. ജീവിതത്തിൽ ദുഃഖത്തിന്റെ സന്ദർഭങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഊർജ്ജം നൽകും. അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വന്നില്ലേ എന്ന ചിന്ത നമുക്ക് നൽകും. നിങ്ങൾ ജീവിതത്തിന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല ഏടുകളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. എന്തൊക്കെയാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയത്? എന്തൊക്കെ വേദനാജനകമായ സന്ദർഭം. നമ്മൾ അങ്ങനെ കൂമ്പടിഞ്ഞു പോയി ഒന്നുമല്ലാതായി തീരുമെന്ന അവസ്ഥ എത്ര തവണയാണ് വന്നത്. പിന്നെ അവിടെ നിന്നൊക്കെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ? നമ്മൾ തലകുത്തി വീണ സന്ദർഭം ഉണ്ടായില്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളരെ നേരെ നിർത്തിയില്ലേ? നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വഷളാകുമെന്ന ഘട്ടം വന്നില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ അവന്റെ തലോടലിലൂടെ നമ്മെ അല്ലാഹു തആല ഇസ്സത്തോടുകൂടെ നിർത്തിയില്ലേ? എത്ര ഘട്ടങ്ങൾ. ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും നമ്മൾ ഒന്നുമല്ലാതായിത്തീരുന്ന ഘട്ടം വന്നില്ലേ? എന്നിട്ടും ആ ദാരിദ്ര്യത്തിലും അല്ലാഹു നമ്മളെ പിടിച്ചു നിർത്തിയില്ലേ? സംഗതി ദാരിദ്ര്യമാണ്, നാട്ടിലൊക്കെ കൊടുക്കാനുണ്ട്, വലിയ പ്രയാസം. പക്ഷേ ഇസ്സത്ത് കളയാതെ അല്ലാഹു നമ്മളെ നിലനിർത്തിയില്ലേ? രോഗം വന്നു, പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിൽ അല്ലാഹു സന്തോഷം തന്നില്ലേ? പുറത്തൊക്കെ വലിയ വലിയ പ്രയാസമാണ്, എവിടെയും ശത്രുക്കളാണ്, എന്തും. പക്ഷെ വീട്ടിന്റെ വാതിലടച്ചു പോയാൽ ഭാര്യയും മക്കളും നമ്മുടെ കൂടിയിരുന്ന് സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ആ ദിനരാത്രങ്ങൾ, ദുഃഖസാന്ദ്രമായ പകലുകൾ, പക്ഷേ വീട്ടിന്റെ ഉള്ളിലുള്ള സന്തോഷങ്ങൾ, അത് എത്രയാണ് അല്ലാഹുവിന് അനുഗ്രഹം ഉണ്ടായത്. എത്ര രാവും പകലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലും മതിയാകാത്ത സന്തോഷങ്ങൾ എത്രയാ തന്നത്. അവനാണ് ചിരിപ്പിക്കുന്നതും അവനാണ് കരയിപ്പിക്കുന്നതും. അധ്യായത്തിന്റെ 43ാമത്തെ വചനം. നേരത്തെ ഞാൻ പറഞ്ഞു നിസാഇന്റെ 19ാമത്തെ വചനം അവസാനിക്കുന്നിടത്ത് ഭാഗം പറഞ്ഞു. എന്താ പറഞ്ഞത്? فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും.
ആ പ്രയാസത്തിനും അല്ലാഹു തആല എത്രയോ ഖൈർ നമുക്ക് വെച്ച് തരും. പിന്നീട് അല്ലാഹു തആല എന്നും സന്തോഷകരമായ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. ആ പ്രയാസത്തിൽ നമ്മൾ അല്ലാഹുവിനെ പിടിക്കണം, അല്ലാഹുവിനെ വിട്ടുവരുത്. പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ടാവുന്നല്ല, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാവും എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു വാക്കാ. ഏത് പ്രയാസത്തിലും കൂടുതൽ എളുപ്പമുണ്ടാവും. ആ എളുപ്പത്തെ അവിടെ കണ്ടെത്താൻ നമുക്ക് കഴിയണം, അതവിടെ കണ്ടെത്തണം. അള്ളാഹിന്റെ ഒരു സന്തോഷം, ഏതൊരു പ്രയാസത്തിനും അള്ളാഹുവിന്റെ ഒരു താങ്ങലിന്റെ ഒരു സുഗന്ധക്കാറ്റ് നമ്മൾ അനുഭവിക്കും, നമ്മുടെ മനസ്സിലും നമ്മുടെ പരിസരത്തും. ഒന്ന് ചെരിഞ്ഞു നോക്ക്, അവിടെ നമ്മൾ ചെരിഞ്ഞു നോക്ക്. തീർച്ചയായും ഞെരുക്കത്തോടുകൂടെ എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തോട് കൂടെ എളുപ്പമുണ്ടായിരിക്കും. ഞെരുക്കത്തിന് ശേഷം എളുപ്പം എന്നല്ല പറഞ്ഞ, ഞെരുക്കത്തോട് കൂടെ. തീർച്ചയായും പ്രയാസത്തോട് കൂടെ എളുപ്പമുണ്ടായിരിക്കും. ആ പ്രയാസത്തെ ഒന്ന് മാന്തി നോക്കിയാൽ പ്രയാസത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷത്തെ കണ്ടെത്താൻ കഴിയും. ഏത് ദുഃഖത്തിനുള്ളിലും സന്തോഷം ഒളിഞ്ഞിറക്കുണ്ടാവും, അതിന്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ല, അത് കഴിഞ്ഞിട്ട് വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷെ അവിടെ തന്നെ മാന്തി നോക്കണം. അള്ളാഹുവിന്റെ ഒരു ടച്ച് നമ്മൾ അവിടെ കാണും. അവിടെ നിന്ന് ഇങ്ങനെ മാന്തി നോക്ക്. ആ പ്രയാസത്തിന്റെ ഉള്ളിൽ അള്ളാഹു ധാരാളം ഖൈർ വെച്ചിട്ടുണ്ടാവും. പ്രയാസത്തിന് ശേഷം ഖൈർ വരും, അത് വേറെ. ഇവിടെ പ്രയാസത്തിനുള്ളിൽ എന്നാ പറഞ്ഞു. അനിഷ്ടകരവും അഹിതകരവുമായ കാര്യം, പക്ഷേ അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല സന്തോഷം നൽകുന്നല്ല പറഞ്ഞ്. ആ പ്രയാസത്തിന്റെ ഉള്ളിൽ തന്നെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവും, ധാരാളം നേട്ടങ്ങൾ. പിന്നെ ആ ധാരാളം നേട്ടത്തിന്റെ ആ വിത്തുകളും ഇങ്ങോട്ട് മുള പൊട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ ആ പ്രയാസം കഴിയുമ്പോൾ നീ ആരാകും? അതാണ് ഞാൻ ഖുർആനിൽ നിന്ന് അത്ഭുതകരമായ ഒരു ചരിത്രത്തിന്റെ പാഠം ഉദ്ധരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയും, വെള്ളിയാഴ്ച നമ്മൾ അത് പാരായണം ചെയ്യേണ്ട അധ്യായമാണ് അൽ കഹ്ഫ്. ഏഴോളം ചെറുപ്പക്കാർ മലകേറി വരികയാണ്. എന്താ ഒരു സാഹചര്യം? ഏതായാലും അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ, അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ അശേഷം ഒഴിവാക്കി. ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരൊരു ഗുഹയിൽ അഭയം തേടാമെന്ന് പറഞ്ഞു. ആരും ഇനി ഞങ്ങൾക്ക് നല്ലത് ആ ഗുഹയിൽ അഭയം തേടലാണ്. അവർ തമ്മിൽ പറഞ്ഞു, നിങ്ങൾ നടക്കി നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം. എന്നിട്ട് അവരെന്താ പറയുന്നത് എന്നറിയോ? അഭയം തേടാം. അള്ളാഹു അവന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു പരത്തി തന്നേക്കാം, വിശാലമാക്കി തന്നേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ സൗകര്യങ്ങളെ നമുക്കൊരുക്കി തരികയും ചെയ്തേക്കാം. ചെയ്തില്ലേ? എന്താണ് ഗുഹയുടെ സാഹചര്യം? അവർക്ക് വേറൊരു വഴിയില്ല. അവരാ ഗുഹയിൽ പോയി. നിങ്ങൾ ആ ഗുഹയിൽ പോയി കിടക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ആ ഗുഹയിൽ വെള്ളമുണ്ടോ? ഇല്ല. അവിടെ വല്ലതും കഴിക്കാനുണ്ടോ? ഇല്ല. അവിടെ മെത്തുണ്ടോ? ഇല്ല. അവിടെ സന്തോഷകരമായ വല്ലതുണ്ടോ? ഇല്ല. അവരുടെ ഭാര്യമാരവിടെ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും കഴിക്കാൻ ആ ഗുഹയുടെ ഉള്ളിലുണ്ടോ? ഞാൻ പലവട്ടം റബ്ബിന്റെ സഹായത്താൽ ആ ഗുഹയിൽ പോയിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് തിരിച്ചു കൊണ്ടുവരിക. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ഞാൻ അവിടെയായിരിക്കും. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുത്തില്ലേ? 309 കൊല്ലം അവർ ഭക്ഷണമില്ലാതെ ജീവിച്ചു, സന്തോഷകരമായി ജീവിച്ചു. 309 കൊല്ലം അവർ സന്തോഷകരമായി ജീവിച്ചു. 309 കൊല്ലം
309 കൊല്ലം ഒരാൾ ജീവിക്കുക എന്നുള്ളതിന്റെ കാര്യം എന്താ? പക്ഷെ ഇവര് 309 കൊല്ലം ജീവിച്ചു. ഭക്ഷണം ഉണ്ടോ? ഇല്ല. ഭക്ഷണമുള്ളവരെ പോലെ ജീവിച്ചു. വെള്ളം ഉണ്ടോ? ഇല്ല. പക്ഷെ വെള്ളമുള്ളവരെ പോലെ ജീവിച്ചു. എന്ന് മാത്രമല്ല, അവരെ നായക്കും വെള്ളവും ഭക്ഷണവും ആവശ്യമായിരുന്നില്ല. ഒക്കെ അല്ലാഹു തആല കൊടുത്തു. അവരങ്ങനെ സന്തോഷകരമായി ജീവിച്ചു. എത്ര? 309 കൊല്ലം. ഒന്നും ഉണ്ടായില്ല. ഈ 309 കൊല്ലം കഴിഞ്ഞിട്ട് അവർ എണീറ്റു. എന്നിട്ട് അവർക്ക് വല്ല വേഷമുണ്ടോ? ഇല്ല. ഭക്ഷണത്തിന് ഒരാൾ പോവുകയാണെങ്കിൽ പോലും അയാൾ ഭക്ഷണത്തിന് പോയിട്ട് അങ്ങാടിയിൽ നിന്ന് നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം കിട്ടുമെങ്കിൽ വാങ്ങിയാൽ മതി. അതും നമ്മളെ പിടുത്തം കൊടുക്കരുത്. ഒരാൾ നമ്മുടെ ഇവിടെയുള്ളവരും അറിയരുത്. ആ നിരക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞേക്കാം. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. 309 കൊല്ലം ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞ ഒരാൾക്ക് എണീക്കാൻ കഴിയുമോ? വെള്ളവും ഭക്ഷണം ഇല്ലാത്ത ഒരാൾക്ക് കിടക്കുന്നിടത്ത് എണീക്കാൻ സംസാരിക്കാൻ കഴിയുമോ? അവർ തമ്മിൽ തർക്കിച്ചു. നമ്മൾ എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും? അല്ല, ഇത്ര ഒരു ദിവസം. അല്ല, ഒരു ദിവസം ഇല്ല. ഇങ്ങനെ തർക്കിച്ചു. ഭക്ഷണം വേണ്ട, നമുക്ക് ഭക്ഷണം വേണ്ട, നമുക്ക് ഹലാലായ ഭക്ഷണം കിട്ടിയാൽ മതി, നമുക്ക് ക്ഷമിക്കാം, ഒരു പ്രശ്നവും ഇല്ല. എത്ര? 309 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ ഭക്ഷണവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ഒരുക്കി തരുന്നു. അവര് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വിചാരിച്ചു. അവർ അള്ളാഹുവിനെ പറ്റി ഉറപ്പിച്ചു, ഇല്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളെ റബ്ബ് ഞങ്ങളെ തീർച്ച വെറുതെയാക്കില്ല. വലിയ പ്രതീക്ഷ. എപ്പോഴും നമ്മൾ അള്ളാഹുവിൽ വിജയത്തെ പ്രതീക്ഷിക്കണം. എപ്പോഴും അള്ളാഹു നമുക്ക് വിജയം തരും. അള്ളാഹു എപ്പോഴും നമുക്ക് സാന്ത്വനം നൽകും. അള്ളാഹു എപ്പോഴും നമുക്ക് പ്രതീക്ഷയിൽ നമുക്ക് സന്തോഷം നൽകും. അള്ളാഹു നമുക്ക് വലിയ വാഗ്ദത്തം, സന്തോഷകരമായ ജീവിതം നൽകുമെന്ന ആ ഒരു സന്തോഷകരമായ പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കണം. ഒരു സെക്കൻഡ് പ്രതീക്ഷ കൈവിട്ടു പോകാനേ പാടില്ല. പ്രതീക്ഷ, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചാലും വിചാരിച്ചാലും ഞാൻ അവിടെ ആയിരിക്കും. പേടിക്കേ വേണ്ട. വലിയ നേട്ടങ്ങളുണ്ടാവും. നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ചില ആളുകൾ നാട് വിട്ടു പോയിട്ട് പിന്നെ സന്തോഷകരമായി ധനവുമായി തിരിച്ചു വന്ന് കുടുംബത്തോടുകൂടെ റാഹത്തായി ജീവിച്ച എത്ര സന്ദർഭങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഓർമ്മയുള്ള നാടുകളിൽ, നമ്മുടെ ഓർമ്മയുള്ള പരിസരങ്ങളിൽ എത്ര കഴിഞ്ഞുപോയി. അതേ സമയത്ത് ഒരു ദിവസം ദാരിദ്ര്യം വന്നപ്പോഴത്തിന് കയറുമെടുത്ത് തൂങ്ങി മരിച്ച കുടുംബത്തിലെ അംഗങ്ങളെയും ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെയും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നാ കുടുംബങ്ങളൊക്കെ സന്തോഷകരമായി വാഴുന്നുണ്ട്. മരിച്ചവനെ നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ നല്ല സന്തോഷകരമായി കഴിഞ്ഞു പോകുന്നതിനിടയിൽ ഒരു കടം വന്നപ്പോൾ ഒരുത്തനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ കയറെടുത്ത് തൂങ്ങി മരിച്ചു. ചില്ലറ കൊല്ലങ്ങൾ കഴിഞ്ഞു. അല്ലാഹു തആല വീണ്ടും സന്തോഷത്തിന്റെ കാറ്റ് ആ കുടുംബത്തിലേക്ക് വീശി. അത്തരം ബംഗ്ലാവുകൾക്ക്, അവരുടെയൊക്കെ ബംഗ്ലാവുകൾക്ക് വേണ്ടി ഗേറ്റ് കീപ്പർ നിൽക്കുന്ന ബംഗ്ലാവുകൾക്ക് പരിസരത്തൂടെ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും, ഈ കുടുംബത്തിന് നല്ല ദാരിദ്ര്യം കാരണം 10, 15, 18, 20 കൊല്ലം മുമ്പ് ഒരാൾ തൂങ്ങി മരിച്ചത്. ഇപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ആ നാട്ടിൽ അവരില്ലാത്തൊരു കാര്യമുണ്ടോ? എവിടെയും സമ്പത്തും, എവിടെയും ഗോർബാറും, എവിടെയും എന്തൊക്കെയാ. ഒരു ചെറിയ രോഗം വന്നപ്പോഴത്തിന്, ഒരു ദിവസം ഒരു ചെറിയ രോഗം വന്നപ്പോഴത്തിന് ഒരു ആത്മഹത്യ. തത്തുല്യമായ രോഗം വേറൊരാൾക്കുണ്ടായി. അയാൾ അല്ലാഹുവിന്റെ അഭയം തേടി. അല്ലാഹു തആല മെല്ലെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മെല്ലെ അത് സൗഖ്യം പ്രാപിച്ച് സന്തോഷമായി. ഒരുത്തൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കയ്യനങ്ങുന്നില്ല. നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, കയ്യനങ്ങുന്നില്ല. അവൻ വേഗം കയറെടുത്ത് തൂങ്ങി ആത്മഹത്യ ചെയ്തു. വേറൊരു സ്ഥലത്ത് ഇതേ അനുഭവം വേറൊരാൾക്കുണ്ടായി. അയാൾ രോഗത്തിന് ചികിത്സിക്കുകയും അല്ലാഹുവിൽ അഭയം തേടുകയും രാത്രിയുടെ യാമങ്ങളിൽ പൊട്ടിക്കരങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ രോഗമെല്ലാം മാറി. എന്നാൽ ആരോഗ്യവനായി ജീവിക്കുന്നു. നേരെ മറിച്ചോ മറ്റവനെ പോയി മരിച്ചു. ഇത് രണ്ടും ഞാൻ കണ്ടതാണ്. ഒരാള് കൈ നേരപ്പെടുത്ത് എണീറ്റ് കൈ ഇങ്ങനെയായി പോയി. നല്ല ആരോഗ്യവനായ സുമുഖനായ ചെറുപ്പക്കാരൻ, കൂട്ടുകാരുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ, നല്ല ആരോഗ്യവാൻ, ആരോഗ്യ ദൃഢഗാത്രൻ, ഭാര്യക്കും അഭിമാനിക്കാൻ മാത്രം ആരോഗ്യമുള്ള തൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിലും ആ കൽപ്പിലും കരുത്തിലും ഒക്കെ ആരോഗ്യത്തോട് അഭിമാനിക്കുന്ന ഭാര്യയും സന്തോഷമായി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അവൻ്റെ കൈ നേരപ്പെടുത്തപ്പോൾ കൈ ഇങ്ങനെ തന്നെ, കൈ പിന്നെ നിവർത്താൻ കഴിയുന്നില്ല. പിന്നെ കയറെടുത്തു ആത്മഹത്യ ചെയ്തു. ഇതേ അനുഭവം വേറൊരാൾക്കുണ്ടായി. ഇതേ
അനുഭവം ഉണ്ടായി. അയാൾ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കഴിയില്ല, പക്ഷെ മെല്ലെ മെല്ലെ ശരിയായിക്കോളും, മെല്ലെ മെല്ലെ. ഇയാൾ എന്ത് ചെയ്തു? മരുന്ന് ഉപയോഗിച്ചു, ഫിസിയോതെറാപ്പി ചെയ്തു. മാറ്റങ്ങളുണ്ടായി, വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. മെല്ലെ 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 കൊല്ലങ്ങൾ കൊണ്ടെടുത്തു, ആരോഗ്യവാനായി. അള്ളാഹു രാത്രിയാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞു. ഇപ്പോൾ അയാൾ ആരോഗ്യവാനായി കമ്പനിയിൽ പോകുന്നു, ആരോഗ്യവനായി ധനം നിയന്ത്രിക്കുന്നു, ആരോഗ്യവനായി കമ്പനി നിയന്ത്രിക്കുന്നു, ആരോഗ്യവനായി കുടുംബത്തെ നിയന്ത്രിക്കുന്നു, എല്ലാം ഉണ്ട്. മറ്റേയാൾ 10-15 കൊല്ലം മുമ്പ് മരിച്ചുപോയി. എന്തുകൊണ്ട്? ക്ഷമിക്കാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ വന്നേക്കാം, അവിടെ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകരുത്. ഹദീസ് തിരിച്ചു കൊണ്ടുപോവാ, അതൊരിക്കലും രാവിലെയും വൈകുന്നേരവും മറക്കരുത്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചുവോ ഞാൻ അവിടെ അപ്രകാരം അവന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്റെ റബ്ബ് രക്ഷ നൽകുമെന്ന് വിചാരിച്ച് അവൻ ചെയ്യേണ്ടത് ചെയ്ത് റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ പ്രശ്നം പരിഹരിക്കും, യാതൊരു സംശയമില്ല. നേരെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുടുംബത്തിന് പെടുന്നതിന് കടം വന്നപ്പോൾ ആ കുടുംബത്തിലെ പ്രധാനിയായ ഒരാൾ ആ കുടുംബത്തിലെ ഒരു അംഗം കയറെടുത്ത് തൂങ്ങി ആത്മഹത്യ ചെയ്തു. ഇപ്പോഴോ ചില്ലറ 10-15-20 കൊല്ലം കഴിഞ്ഞും ആ കുടുംബം ആ നാട്ടിലെ ഇന്ന് കേമന്മാരാ. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു റാഹത്ത്. വലിയ ബംഗ്ലാവ്, വലിയ മതില്, ആ കൂറ്റൻ മതിലിന്റെ മുന്നിലുള്ള വലിയ പടിപ്പുരയും വെച്ച് ഗേറ്റ് കീപ്പർ ഇരിക്കുന്ന വലിയ ബംഗ്ലാവ്, അതിന്റെ ആ വീട്ടിന്റെ മുന്നിലുള്ള റോഡിലൂടെ പലപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, അല്ലാ, ഈ കുടുംബത്തിൽ നിന്നല്ലേ ഒരാൾ ദാരിദ്ര്യം കാരണം 10-20 കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതീക്ഷ കൈവിടുകയേ ഇല്ല. എന്റെ ദാസൻ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചാലും ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അപ്രകാരം അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുന്നതായി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടി പറയുന്നില്ല, ഈ പ്രഭാഷണവും നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. 72ാമത്തെ പ്രഭാഷണം. അള്ളാഹു ജല്ല ജലാലു, അള്ളാഹു എന്നും നമുക്ക് പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഏത് ബുദ്ധിമുട്ടാണെങ്കിലും പ്രതീക്ഷയിൽ കാത്തിരിക്കണം. എത്ര കടം വന്നാലും, എത്ര രോഗം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, ചിലപ്പോൾ മക്കൾക്ക് വരാം. മക്കൾക്കും കുടുംബത്തിനും പ്രയാസം വന്ന ഒരു സഹോദരിയെ എനിക്കറിയാം. അവർ വളരെ കഷ്ടപ്പെട്ട തൻ്റെ മോനും തൻ്റെ ഭർത്താവിനും സുഖമില്ല. പക്ഷെ ആ സഹോദരിയുടെ ഒരു മനസ്സിന്റെ കരുത്ത് എത്ര വലുതാണ്. അവരുടെ മനസ്സിന്റെ കരുത്തിന്റെ മുന്നിൽ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? വല്ലാതെ നിശ്ചയദാർഢ്യതയുള്ള ഒരു വനിതയാണ്. വല്ലാത്തൊരു മനസ്സിന് കരുത്താണ് അവർക്ക്. മോന് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കുക. ഓരോ സന്ദർഭത്തിലും പ്രതീക്ഷയെ പറ്റിയല്ലാതെ അവരാരോട് പറയൂല. അള്ളാഹുവിൽ പ്രതീക്ഷ, അള്ളാഹു നൽകുന്ന സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകും. നാട്ടിൽ കടം വന്നപ്പോൾ ദൂരെ ദിക്കിൽ പോയി കൃഷിയിടത്തിൽ ഒരു കൃഷി നടത്താൻ വിധിക്കപ്പെട്ട ഒരു സഹോദരൻ ഇടക്കിടക്ക് എനിക്ക് വിളിക്കാറുണ്ട്. ആ കൃഷിക്കിടയിൽ അയാൾക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു നാട്ടിൽ, ഇങ്ങനെ എവിടെയോ മലയാളം പോലും അറിയാത്ത ഒരു നാട്ടിൽ അയാൾ കൃഷി നടത്തുകയാണ്. ഒരു പാവ മനുഷ്യൻ. നാട്ടിലാകെ കടമാണ്. നാട്ടിലെ കടം കൊണ്ട് എന്തെങ്കിലും ചെയ്യാതെ തിരിച്ചെത്താൻ കഴിയില്ല. അത്രയും പ്രയാസമാണ്. പ്രയാസകരമായ സാഹചര്യം പലപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ അയാൾ അങ്ങനെ കഷ്ടപ്പെട്ട് പോയി അയാൾ ആന്ധ്രയിലെത്തി. ആന്ധ്രയിൽ അങ്ങനെ ആടുമേച്ച്, തൻ്റെ കൃഷിയിടത്തിൽ ആടുമേച്ച് അങ്ങനെ കഴിഞ്ഞുകൂടും. എപ്പോഴെങ്കിലുമുള്ള രാത്രികളിൽ അയാൾ എനിക്ക് വിളിക്കും. അതെ, കഷ്ടപ്പാട് ആണെങ്കിലും വല്ലാത്ത സന്തോഷമാണ്. ഈ ആടുകൂടുകൾക്കിടയിലുള്ള ഈ ചെറിയ ഒരു കുടിലിൽ ഞാനങ്ങനെ കഴിഞ്ഞുകൂടും. എന്നിട്ട് അതിൻ്റെ ആ മനോഹരമായ, അതിൻ്റെ ആ സന്തോഷകരമായ അമ്പിയാക്കളോടുകൂടെ താമസിച്ച ആടല്ലേ, ആടിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ആടിൻ്റെ ശബ്ദവും അതിൻ്റെ പെരുമാറ്റവും അതിൻ്റെ ആ ചടുലമായ അതിൻ്റെ കാൽപ്പെരുമാറ്റങ്ങളും അതിൻ്റെ മർമ്മരങ്ങളും അതിൻ്റെ നിശബ്ദ നിശബ്ദതയെ പഞ്ചിക്കും. അതിൻ്റെ ആടിൻ്റെ കാലിൻ്റെ അനക്കം കേൾക്കുമ്പോൾ ഞാൻ പാതിരാത്രി എണീറ്റിട്ട് നമസ്കരിക്കും. ഈ വിശാലമായ മരുഭൂമികൾക്കിടയിൽ 1-2 കിലോമീറ്ററിനുള്ളിൽ ഒരു മനുഷ്യഗന്ധം പോലുമില്ല. അതിനോട് രാത്രി ഇങ്ങനെ ഫോൺ ചെയ്ത് പറയും, ഒറ്റക്കാണ്. 2 കിലോമീറ്ററിനുള്ളിൽ മനുഷ്യഗന്ധം പോലും ഉണ്ടാവില്ല. ഇവിടെ അടുത്തൊന്നും ഒരു ആടുകൂട് വേറെ, ആടിനെ പോറ്റുന്ന സ്ഥലം വേറെ ഇല്ല. ഒരാളും ഞാനും ചേർന്ന് ഒരു ആടിനെ വളർത്തുകയാണ്. എനിക്കങ്ങനെ സൗകര്യം പഠിച്ചോനി ഇവിടെ വന്നപ്പോൾ ചെയ്തു തന്നു. ആടിനെ വളർത്തിയാൽ പകുതി ഉടമസ്ഥന് കൊടുക്കണം, എനിക്കതിന് പകുതി കിട്ടും.
അല്ലാഹു സുബ്ഹാനഹു വ തആല മെല്ലെ 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 എന്നെ പച്ചപിടിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത സന്തോഷമാണ്. പിന്നെ നേരത്തെ ഉറങ്ങാൻ കഴിയും. നേരത്തെ വൈകുന്നേരത്തോടുകൂടെ ആടിന്, പിന്നെ വൈകുന്നേരത്തോടുകൂടെ ആടിന് ശാന്തതയിലാവും, പിന്നെ പണിയൊന്നുമില്ല. പിന്നെ ആടിന് രാവിലെ കൊടുക്കേണ്ട വെള്ളവും തീറ്റയും അതിങ്ങനെ തൽക്കാലം സൗകര്യപ്പെടുത്തി വെച്ച് പിന്നെ അയാൾ ചെയ്യേണ്ട ഇശായും മഗ്‌രിബൊക്കെ അയാൾ സമയം കണക്കാക്കി നിസ്കരിക്കും. പിന്നെ അയാൾ നേരത്തെ ഉറങ്ങും. പിന്നെ ഒരു 12:30 1 മണി വന്നാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. പിന്നെ ഞാൻ അങ്ങനെ അപ്പോഴത്തേന് ആടുകൾ കാലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും ചിനക്കുകയും ചെയ്യുന്ന ശബ്ദം ഞാൻ കേൾക്കും. ആ മർമ്മരത്തിന്റെ ചേതോഹാരിതയിൽ ഞാൻ എണീക്കും. പിന്നെ തൊട്ടടുത്തുള്ള വെള്ളത്തിൽ നിന്നെടുത്ത് ഞാൻ വുളൂ ചെയ്യും. എന്നിട്ട് അങ്ങനെ സന്തോഷകരമായി നിസ്കരിക്കും. ഞാൻ അല്ലാഹുവിനെ കാണുപോലെ നിസ്കരിക്കും. 1-2 കിലോമീറ്ററുകൾക്കിടയിൽ ഒരു മനുഷ്യഗന്ധവുമില്ലാത്ത ഈ മരുഭൂമികൾ, ഈ പീഠഭൂമികൾക്കിടയിൽ, ഈ ആന്ധ്രയുടെ ഈ വന്യതയിൽ നിന്ന് ഞാൻ അല്ലാഹുവിനെ പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ അല്ലാഹുവിലേക്ക് കൈ നിർത്തും. അപ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. ഈ വിജനമായ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഇബാദത്ത് ഉണ്ടാവുമല്ലോ, അല്ലാഹുവിന്റെ അടിമകൾ ദുആ ചെയ്ത് ആമീൻ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. ഇപ്പോൾ അല്ലാഹു തആല എനിക്ക് സന്തോഷം, എൻ്റെ കടം തീരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരു നിലക്ക്. എന്തുകൊണ്ട്? കടം തീർന്നാൽ വീണ്ടും ഞാൻ നാട്ടിലേക്ക് പോയി വീണ്ടും അതൊക്കെ മറന്നൊരു ജീവിതം ജീവിക്കും. അല്ലാഹു കടം തീർത്തേ അല്ലാഹു സന്തോഷകരമായ ജീവിതം നിലനിർത്തി തരട്ടെ. കേരളത്തിന്റെ ഏതോ ഒരു ഗ്രാമീണ സാഹചര്യത്തിൽ കടം വന്നു കൂടിയിട്ട് ആന്ധ്രയിലേക്ക് നാടുവിട്ട മനുഷ്യന്റെ കാര്യം ഈ ആയത്തുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്ക്. ഇപ്പോൾ മെല്ലെ മെല്ലെ നാട്ടിന് ആവശ്യമായത് അയച്ചു കൊടുക്കാനുള്ള സൗകര്യം എനിക്കുണ്ട്. കുട്ടികൾ മെല്ലെ 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 അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അല്പാൽപ്പം കടവും വീടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ 1-2 കൊല്ലം കൊണ്ട് കടം വീടിയേക്കും. മാത്രമല്ല അതിനേക്കാൾ വലിയ സന്തോഷം എനിക്കിപ്പോൾ കിട്ടി. എല്ലാം കൂടെ വിറ്റ് പെറുക്കിയിട്ട് കടം വീട്ടി പോകാനും എനിക്ക് കഴിയും. അതിനൊക്കെ അല്ലാഹു നിഅമത്ത് ഇപ്പോൾ കൂടുതൽ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. മെല്ലെ മെല്ലെ കടം വീട്ടിയിട്ട് ഈ ഒരു സന്തോഷത്തിന്റെ സായുജ്യത്തിൽ അങ്ങനെ അഭിരമിച്ച് കഴിഞ്ഞുകൂടെ. അത് വല്ലാത്തൊരു സായുജ്യമാണ്. അതൊരു വല്ലാത്ത സായുജ്യമാണ്. ഭാര്യ സൗകര്യപ്പെട്ടാൽ ഭാര്യയും കുട്ടികളെയും ഇങ്ങോട്ടും കൊണ്ടുവരാം. എന്തുകൊണ്ട്? ഈ നിശബ്ദതയിൽ വല്ലാത്തൊരു സാഹചര്യമാണിത്. ഈ നിശബ്ദത എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നിശബ്ദതയാണ്. അല്ലാഹു തന്നെയാണ് അവന്റെ അടിമയുടെ സംരക്ഷകൻ, വേറൊരാളിൽ സംരക്ഷണത്തിൽ അല്ല. ഞാൻ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് പേടിയില്ലേ? ഈ 1-2 കിലോമീറ്ററിനിടയിൽ വന്യതയിൽ ഒരു മനുഷ്യഗന്ധം പോലും ഇല്ലാത്ത ഒരു ഏരിയയിൽ കള്ളന്മാരെയോ മറ്റോ നിങ്ങൾക്ക് പേടിയില്ലേ? അപ്പോൾ ഒരു കള്ളനും എന്നെ സമീപിക്കൂല, ഒരു കള്ളനും എന്നെ ധൈര്യത്തോടുകൂടെ വരില്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും എന്നെ പേടിയായിരിക്കും. എന്തുകൊണ്ട്? എനിക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ട്. തീർച്ചയായും ഒരു കള്ളനും എന്നിൽ എത്തിപ്പെടാൻ കഴിയില്ല. അത്രയും വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. ഹദീസ് തിരിച്ചു വരട്ടെ. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ധരിക്കുന്നത് ഞാൻ അവിടെ ആ ഭാവത്തിലാണ് അവനെ സമീപിക്കുക എന്ന് പുണ്യ അല്ലാഹു പറയുന്നതായി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.